പിന്നെ കളമശ്ശേരി മണ്ഡലമാണ് നമ്മൾ നോക്കുന്നത്. കളമശ്ശേരി മണ്ഡലം വെച്ചാൽ 6 ലോക്കൽ ബോഡിയാണുള്ളത്. ഏലൂർ മുനിസിപ്പാലിറ്റി, കളമശ്ശേരി മുനിസിപ്പാലിറ്റി, പിന്നെ 4 പഞ്ചായത്തോടെ ചേർന്നാണ് കളമശ്ശേരി മണ്ഡലം. അതിന്റെ ലോക്കൽ ബോഡി കിട്ടിയ വോട്ടുകൾ നോക്കുകയാണെങ്കിൽ UDF വീണ്ടും നമ്മൾ എറണാകുളം ജില്ലയിലെ മിക്ക മണ്ഡലങ്ങളിൽ കണ്ടതുപോലെ UDF ഭയങ്കര ഒരു ലീഡ് എടുത്തിരിക്കുകയാണ്. 68,551, 42% വോട്ട് നേടിയിരിക്കുകയാണ്. LDF 41,000 വോട്ട്, അതേഴ്സ് സ്വതന്ത്രരിലാണ് 32,000 വോട്ടുണ്ട്. NDA 20,000 വോട്ടുണ്ട്. NDAയുടെ വോട്ട് 2020 ഉള്ള കുറച്ച് വാർഡുകൾ കൂട്ടിയാണ്, 2020 കടാശിയായിട്ട് കൂട്ടിയാണ് NDAയുടെ വോട്ട് കാൽക്കുലേറ്റ് ചെയ്തത്. ഇപ്പം മെമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ UDF 92 പേരുണ്ട്, LDF 40 പേരുണ്ട്, അതേഴ്സ് 21, NDA 11. ഇങ്ങനെയാണ് നമ്മൾ കളമശ്ശേരിയിലെ ലോക്കൽ ബോഡി ഇലക്ഷന്റെ വോട്ട് ഷെയർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ സ്ഥാനാർത്ഥികളെ പഴയ ഇലക്ഷൻ ഒന്ന് നോക്കാം. കളമശ്ശേരി 2011 നോക്കുവാണെങ്കിൽ ലീഗിന് കൊടുത്തേക്കുന്ന മണ്ഡലമാണ്. VK എബ്രഹാം കുഞ്ഞാണ് മത്സരിച്ചത്. അദ്ദേഹം 2014 ജയിച്ചു. 21 അത് P രാജീവ് LDF അത് അട്ടിമറി വിജയം നേടുകയായിരുന്നു. യഥാർത്ഥ പ്രശ്നം VK എബ്രഹാം കുഞ്ഞിന്റെ മകനെ എങ്ങനെയാണ് മത്സരിച്ചത്. അതുകൊണ്ടും ഒരു വിഷയമായിരുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, അങ്ങനെയുള്ളതുകൊണ്ടാണ് ലീഗ് ഒന്നുകൂടെ ശക്തമായ സ്ഥാനാർത്ഥി ഇട്ടില്ല എന്നുള്ള രീതിയിലാണ് ആ സമയത്ത് നമ്മുടെ അനാലിസിസ് ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും P രാജീവ് അവിടെ ഒരു അട്ടിമറി നേടിയിരിക്കുകയായിരുന്നു 2021. P രാജീവ് തന്നെയാണ് 2026 മത്സരിക്കുന്നത്. V അബ്ദുൽ ഗഫൂർ അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും സ്ഥാനാർത്ഥി. P രാജീവും അബ്ദുൽ ഗഫൂറും വീണ്ടും ഏറ്റുമുട്ടുകയാണ്. ഒരേ ആൾക്കാർ തന്നെയാണ്. BJP അത് BDSന് കൊടുത്തേക്കുന്ന സീറ്റാണ്. MB ബിനുവാണ് മത്സരിക്കുന്നത്. അപ്പൊ നമ്മൾ വോട്ട് നോക്കുകയാണെങ്കിൽ കളമശ്ശേരിയിലെ എൻ്റെ ഇതിൽ UDF ഭയങ്കരമായിട്ടൊരു ലീഡ് എടുത്തിരിക്കുകയാണ്. ഭയങ്കര മാർജിനാണുള്ളത്. അപ്പോൾ അതെന്തായാലും നിലനിർത്തുമെന്നാണ്, അല്ലെങ്കിൽ ഇച്ചിരി കൂട്ടാനും സാധ്യതയുണ്ട്. LDFന്റെ ഭരണവിരുദ്ധത കാരണം കുറച്ച് അത്രയും വോട്ട് പിടിക്കില്ല. P രാജീവിന് കഴിഞ്ഞ തവണത്തെക്കാട്ടും വോട്ട് കിട്ടത്തില്ല. അതുപോലെ മെമ്പർമാര് BJPക്ക് UDFന് 92 ഉള്ളപ്പോൾ പകുതിയിലും താഴെയാണ് LDFനുള്ളൂ, 40 ഉള്ളൂ. അതുകൊണ്ട് കളമശ്ശേരിയും UDF പിടിച്ചെടുക്കും. ലീഗ് അത് വിജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. P രാജീവ് മന്ത്രി P രാജീവ് അവിടെ തോൽവിയിലേക്ക് പോകും. പിന്നെ NDAയുടെ കാര്യം, NDAയുടെ കുറച്ച് വോട്ട് സെയിം വോട്ട് അല്ലെങ്കിൽ ഇച്ചിരി കുറയായിരിക്കും ചെയ്ത്. BDSന് കൊടുത്ത സീറ്റ് ആയതുകൊണ്ട് കുറച്ച് വോട്ടുകൾ സാധാരണ കുറവാണ് BDS സീറ്റുകളിൽ കിട്ടാറ്. അപ്പം എന്തായാലും കളമശ്ശേരി UDFന് അനുകൂലമായിട്ടാണ് എൻ്റെ അനാലിസിസ്.